കഴിഞ്ഞ ദിവസം അന്തരിച്ച ജ്ഞാനപീഠം ജേതാവായ ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ല, അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു സമാഹാരത്തെ പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. അദ്ദേഹത്തിൻ്റെ നോവലുകൾ ആക്കിയിട്ടുണ്ട്, നാടകമാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ ആണ് അദ്ദേഹത്തെ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ അറിയുന്നത്. പക്ഷേ വിനോദ് കുമാർ ശുക്ല അടിസ്ഥാനപരമായിട്ടൊരു വലിയ കവി കൂടിയാണ്. അദ്ദേഹം ഹിന്ദിയിൽ എഴുതിയ കവിതകളുടെ പരിഭാഷ, ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷ അരവിന്ദ് കൃഷ്ണ മെഹ്റോത്ര എന്ന ഓതറാണ് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കവിയാണ്. ട്രഷേഴ്സ് ഓഫ് പിക്കി ബാങ്ക്സ് എന്നാണ് ഈ സമാഹാരത്തിൻ്റെ പേര്. ഇതൊരു അശോക യൂണിവേഴ്സിറ്റിയാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. ട്രഷേഴ്സ് ഓഫ് പിക്കി ബാങ്ക്സ് എന്നുള്ളത്. പിക്കി ബാങ്ക്സ് എന്നുള്ളത് നമ്മൾ ഈ കുടുക്ക എന്നൊക്കെ പറയുന്ന സംഗതിയാണ്. കുട്ടികൾ പൈസ ഇട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ കുടുക്ക എന്ന് പറയുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രഷേഴ്സ് ഓഫ് പിക്കി ബാങ്ക്സ്, നാണയങ്ങൾ ഇട്ട് വെക്കുന്ന ഒരു പന്നിയുടെ ഷേപ്പുള്ള ഒരു കുടുക്കയാണത് ശരിക്കും, ട്രഷേഴ്സ് ഓഫ് പിക്കി ബാങ്ക് എന്നുള്ളത്. വിനോദ് കുമാർ ശുക്ലയുടെ ഈ കവിതകൾ അവതരിപ്പിച്ചുകൊണ്ട് അരവിന്ദ് കൃഷ്ണ മെഹ്റോത്ര പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെ നമ്മുടെ നാട്ടിലെ തന്നെ ഒരു എഴുത്തുകാരനാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ശുക്ലയെക്കുറിച്ചുള്ള കുറേ അധികം കവിതയെക്കുറിച്ചൊപ്പം തന്നെ ശുക്ല എന്ന വ്യക്തിയെക്കുറിച്ചും ഇതിനകത്ത് ധാരാളമായിട്ട് ഒരു വലിയൊരു വളരെ പ്രൗഢമായിട്ടുള്ള ഒരു ആമുഖത്തിലൂടെ മെഹ്റോത്ര പറയുന്നുണ്ട്. മെഹ്റോത്ര പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സമ്പൂർണ്ണ കവി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് വിനോദ് കുമാർ ശുക്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ഡോക്യുമെൻ്ററിയിൽ മുബി ചാനലിലൊക്കെ വന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. ആ ഡോക്യുമെൻ്ററി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നല്ലൊരു ഭാഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു സാധാരണ ഒരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ മുറ്റത്തോടെ നടക്കുന്നു, മുറിയിലിരുന്ന് എഴുതുന്നു, പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഈ വിനോദ് കുമാർ ശുക്ലയുടെ കവിതകൾ ഫ്രഞ്ചിലേക്കും മറ്റ് യൂറോപ്യൻ ഭാഷകളിലേക്കും ഒക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ശുക്ല ഹിന്ദിയിൽ മാത്രം എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഹിന്ദിയിൽ മാത്രം സാഹിത്യം എഴുതുകയും ഹിന്ദിയിൽ മാത്രം വായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. സാധാരണ നിലയിൽ നമ്മളുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലോ അതുപോലുള്ള വലിയ ഇൻ്റർനാഷണൽ സമ്മേളനങ്ങളിലോ ഒന്നും ഇന്ത്യക്ക് പുറത്തേക്ക് സഞ്ചരിച്ചിട്ടില്ലാത്തൊരു കവി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റായ്പൂരിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഈ അരവിന്ദ് കൃഷ്ണം മെഹ്റോത്ര ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ ശുക്ലയുടെ കവിതകളെ ഒരു പാശ്ചാത്യ പല കവികളുമായിട്ടൊക്കെ താരതമ്യം ചെയ്തിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് സംസാരിക്കുമ്പോൾ ഈ കവികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശുക്ല അതൊന്നും വായിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു നമ്മൾ പറയുന്ന പോലെ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയും സ്വന്തം ഭാഷയ്ക്കകത്ത് മാത്രം നിൽക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദർശനം എന്നുള്ളത്, ഈ കവിതയിലെ ദർശനം എന്നുള്ളത് വളരെ ഒരു യൂണിവേഴ്സലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ നോവലുകളെക്കുറിച്ചൊക്കെയുള്ള വന്ന പഠനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അതൊരു മാജിക്കൽ റിയലിസവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ശൈലിയിൽ എഴുതപ്പെട്ടിട്ടുള്ളവയാണ് ഇദ്ദേഹത്തിൻ്റെ നോവലുകളെന്ന്. സാധാരണക്കാരായിട്ടുള്ള കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ട് വളരെ ലോക്കലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ളൊരു സാഹചര്യത്തിനകത്ത് നിന്നിട്ടുള്ള ഒരു വിശ്വദർശനം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഉള്ള ഫിക്ഷനാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹം ഈ ലാറ്റിൻ അമേരിക്കൻ ഫിക്ഷനൊന്നും വായിച്ചിട്ടുള്ള ഒരാളുമല്ല. അപ്പോൾ ഇതിനകത്ത് ഈ കവിതകൾക്കും അങ്ങനെ ഒരു ഇതുണ്ട്. കവിതകൾ വായിക്കുമ്പോൾ നമുക്കതൊരു ഇതിനകത്ത് ഹിന്ദി മൂലം കൂടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. പുസ്തകത്തിൻ്റെ ഇടതുഭാഗത്തെ പേജിൽ ഹിന്ദിയും വലതുഭാഗത്ത് ഇംഗ്ലീഷും എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിന്ദി അറിയാവുന്നവർക്ക് ഹിന്ദിയും വായിക്കാം, അതിൽ ഇംഗ്ലീഷ് പരിഭാഷയും വായിക്കാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ട്രാൻസ്ലേറ്റർ എന്തുമാത്രം അധ്വാനം ആ ഒരു ജോലിയിൽ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഹിന്ദിയിലുള്ള ആ കവിത അത്രത്തോളം തന്നെ മനോഹാരിതയോടുകൂടി ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വളരെ ചെറിയ കവിതകളാണ്, ഒരു 6-7 വരികളൊക്കെ വച്ചുള്ള കവിതകളാണ് ഇദ്ദേഹം എഴുതുന്നത്. അതിൽ ഉപയോഗിക്കുന്ന കൽപ്പനകളൊക്കെ തന്നെയും വളരെ സാധാരണമായിട്ടുള്ള
നമുക്ക് ചുറ്റുപാടും കാണുന്ന ചെറിയ വസ്തുക്കൾ, ഇപ്പോൾ വെളിച്ചത്തിൻ്റെ സൂര്യപ്രകാശം, മുറ്റത്ത് വീഴുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഒരു നിഴൽ, ഒരു മരത്തിൻ്റെ ശിഖരം, അതിലേക്ക് വന്നിരിക്കുന്ന ഒരു പക്ഷി, പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ പച്ചക്കറി ചന്തയിൽ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ നിന്ന് ഒറ്റ വായനയിൽ പെട്ടെന്ന് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അതൊരു സാധാരണ കവിതയാണല്ലോ എന്ന് നമുക്ക് തോന്നുകയും അതേസമയം തന്നെ ആ കവിതയുടെ അവസാനത്തോടടുക്കുമ്പോൾ നമുക്ക് ആ കവിതയിൽ ഒരു വലിയൊരു ദാർശനികമായിട്ടുള്ളൊരു മാനം തെളിഞ്ഞു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇതിപ്പോൾ റിൽക്കെയുടെ കവിതയുമായിട്ട്, ജർമ്മൻ കവി റിൽക്കെയുടെ കവിതയുമായിട്ട് ചില കവിതകളെ ഇതിൻ്റെ ട്രാൻസ്ലേറ്റർ മെഹ്റോത്ര താരതമ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ റിൽക്കെയുടെ കവിതകൾ വാസ്തവത്തിൽ വിനോദ് കുമാർ ശുക്ല വായിച്ചിട്ടില്ല. പക്ഷേ റിൽക്ക കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ്. പക്ഷേ റിൽക്കയുടെ കവിതയിലുള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അതിനേക്കാൾ സൂക്ഷ്മമായ ഒരു തലത്തിലുള്ള ഒരു ദാർശനികത ഈ കവിതയിൽ. ആ ദാർശനികത ഉണ്ടാക്കുന്ന ആഹ്ലാദം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം നമ്മൾ ആ കവിത വായിക്കുമ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് ആലോചിക്കുക ആ കവിതയെക്കുറിച്ച്. ഇപ്പോൾ ആകാശത്തിൻ്റെ പരപ്പിൽ നിന്നൊരു പച്ച തത്ത അങ്ങനെ പറന്നു വരുന്നതിനെക്കുറിച്ചുള്ള ഒരു കവിതയുണ്ട്. ഒരു പച്ചത്തത്ത, 8 വരിയേ ഉള്ളൂ ആ കവിത. അപ്പോൾ ആ പച്ച തത്ത ആകാശത്തു നിന്ന് താഴേക്ക് വരുന്നു. നമ്മൾ ജനാലയിലോ നോക്കുമ്പോൾ തത്ത ഇങ്ങനെ പറന്നു വരുന്നത് നമ്മൾ കാണുന്നു. അതിപ്പോൾ ആകാശത്തു നിന്ന് എഴുതുവിട്ട ഒരു പച്ചയായിട്ടാണ്, ആകാശം എഴുതുവിട്ട ഒരു പച്ച നമ്മുടെ മുറ്റത്തേക്ക് വരാൻ, അല്ലെങ്കിൽ നമ്മുടെ നേർക്ക് വരുന്നത് പോലെ നമുക്ക് തോന്നുന്നു എന്നാണ് കവി എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഈ പച്ച തത്ത വന്നിട്ടൊരു മരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വന്നിരിക്കുമ്പോൾ ആ മരത്തിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഒരു ഹരിതാപമായിട്ടുള്ള നിറയെ പച്ചയായിട്ടുള്ള ഒരു മരത്തിലാണ് ഈ പച്ച തത്ത വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കവി പറയുന്നത് എന്താ വെച്ചാൽ, ഈ കവി വന്നിരിക്കുമ്പോൾ അപ്പോൾ മരവും തത്തയും ഒന്നായി എന്നുള്ളതാണ്. അത് തത്തയെ നമുക്ക് കാണാനില്ല. ഈ പച്ചക്കകത്തേക്ക് വന്ന് തത്ത ഇരിക്കുമ്പോൾ പച്ചക്കകത്തുള്ള ആ തത്തയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ മരവും പക്ഷിയും ഒന്നായി എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ കവിത വികസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഈ കവിതയിൽ വളരെ എന്നെ സ്പർശിച്ച ഒരു പ്രധാന ഘടകം, നമ്മൾ ശരിക്കും വളരെ സ്ഥൂലമായിട്ടുള്ള ബിംബങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യങ്ങൾ, നമ്മൾ വളരെ സങ്കീർണമായിട്ടുള്ള പദങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ പരിചിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതേസമയം വളരെ ഗാഢമായിട്ടുള്ളൊരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളത്. അതിപ്പോൾ കവിതയിൽ നമ്മൾ ഏകാന്തതയിൽ കുറച്ച് സമയം കവിതയെ ചെലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും. അതിനകത്ത് തന്നെ ഒരു കവിതയുടെ പേര് തന്നെ, ഇദ്ദേഹം നോവലിസ്റ്റും കൂടെയാണല്ലോ. അപ്പോൾ ആ നോവലിന് മുന്നേ ജനിച്ച കവിത എന്നുള്ള രീതിയിലൊരു കവിതയുണ്ട്. അതൊരു രസകരമായിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ ആ കവിതയിൽ അദ്ദേഹം പറയുന്ന ഒരു സംഗതി, അതിൻ്റെ തലക്കെട്ട് തന്നെ വളരെ കാവ്യാത്മകമായിട്ടുള്ള ഒരു തലക്കെട്ടാണ്. എ പോയം ലീവ്ഡ് ഫസ്റ്റ് ഇൻ ദ നോവൽ എന്നുള്ളതാണ്. നോവലിൽ ആദ്യം ജീവിച്ച കവിത എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ. അതിൻ്റെ ഹിന്ദിയും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ ആ നോവലിൽ നിന്നൊരു കവിത ഉണ്ടായി വരും, അല്ലെങ്കിൽ നോവലിന് മുന്നേ ഉണ്ടായ ഒരു കവിത എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പല രീതിയിൽ അത് വായിക്കാം. വളരെ ദാർശനികമായ ആഴമുള്ള ഒരു കവിതയായിട്ടാണ് അത്. ആദ്യത്തെ കവിത തന്നെയും നമുക്കങ്ങനെ ആ ഒറ്റ കവിത കൊണ്ട് തന്നെ നമ്മൾ ഈ പുസ്തകം മുഴുവൻ വായിക്കാൻ നമ്മൾ പ്രേരിതമാകുന്നുള്ളൂ. അപ്പോൾ 1960 മുതൽ 2000 ആദ്യ ദശകം വരെ അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവിധ സമാഹാരങ്ങളിൽ നിന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കവിതകളാണ് ഈ ഏകദേശം ഒരു 175 പേജ് വരുന്ന ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പുസ്തകം ഈ പറഞ്ഞതുപോലെ എല്ലാവരും വായിക്കപ്പെടേണ്ട, കവിതയിൽ താല്പര്യമുള്ള, സാഹിത്യത്തിൽ താല്പര്യമുള്ള എല്ലാവരും വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമായി തോന്നിയത് കൊണ്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഈ പുസ്തകം ട്രഷേഴ്സ് ഓഫ് പിക്കി ബാൻസ് എന്നുള്ള വിനോദ് കുമാർ ശുക്ലയുടെ മനോഹരമായ ഒരു പുസ്തകം, ഈ പുസ്തകം ശുപാർശ ചെയ്തുകൊള്ളുന്നു.